ഇപ്പോൾ പിടിച്ചെടുത്ത എയർ ഹോണുകൾ നശിപ്പിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനത്ത് കുറച്ചധികം ദിവസമായി എയർ ഹോണുകൾ പിടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ യജ്ഞം നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി പിടിച്ചെടുത്ത എയർ ഹോണുകൾ ഫൈൻ ഈടാക്കിയതിന് പുറമെ പൊതുസമക്ഷത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നശിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കൊച്ചിയിലെ രണ്ടാം ഘട്ട എയർ ഹോണുകൾ നശിപ്പിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. റോഡ് റോളർ ഉപയോഗിച്ചുകൊണ്ട് എയർ ഹോണുകൾ നിരത്തിൽ കൂട്ടിയിട്ടതിനു ശേഷം അതിന് മുകളിലൂടെ കയറ്റിയിറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വിപിൻ സി വിജയൻ നമ്മോടൊപ്പം ചെയ്യുന്നു. വിപിൻ, ആ രണ്ടാം ഘട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഞാൻ മനസ്സിലാക്കുന്നു കൊച്ചിയിൽ ഇത് രണ്ടാം തവണ ഇത്തരത്തിൽ പിടിച്ചെടുത്ത എയർഫോണുകൾ നശിപ്പിക്കുന്നത്. എന്താണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? ഒരുപാട് പണം കൊടുത്ത് വാങ്ങിയ എയർഫോണുകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർക്കുകയാണ്. സുഹൈൽ, എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത എയർഫോണുകളാണ് ഇപ്പോൾ കടവന്ത്രയിലെ കമ്മട്ടിപ്പാടം എന്നുള്ള പ്രദേശത്ത് എത്തിച്ചുകൊണ്ട് നശിപ്പിക്കുന്നത്. റോഡ് റോളർ ഉപയോഗിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇവ ഈ രീതിയിൽ നശിപ്പിക്കുന്നത്. റോഡ് റോളർ ഉപയോഗിച്ച് അവയെ പാടെ നശിപ്പിക്കുന്നത്, അത് എടുക്കുകയും അത് ദൃശ്യങ്ങൾ സഹിതം തന്നെ അത് മാധ്യമങ്ങൾ നൽകുകയും വേണം എന്നുള്ളതായിരുന്നു മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം. അത് പ്രകാരമുള്ള രണ്ടാം ഘട്ടം നശിപ്പിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം കളമശ്ശേരിയിൽ വെച്ച് സമാനമായ രീതിയിൽ നടന്നിരുന്നു. എറണാകുളത്ത് പിടിച്ചെടുത്തത് ഏകദേശം ഒരു 500ഓളം എയർഹോണുകൾ ഉണ്ട് എന്നുള്ളതാണ് MVD ഉദ്യോഗസ്ഥർ തന്നെ ഇപ്രകാരം ഇത് വ്യക്തമാക്കുന്നത്. കൂടുതലായും മറ്റ് ദേശങ്ങളിൽ നിന്ന്, അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിലാണ് ഈ എയർഹോണുകൾ കൂടുതലുള്ളത്. ഈ പിടിച്ചെടുത്തവ കൂടുതലും അങ്ങനെയാണ്. കേരളത്തിൽ ഈ ലൈൻ ബസ്സുകളിൽ ഉൾപ്പെടെയാണ് ഇവ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഈ ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കാരണം ഇങ്ങനെ ഒരു ആളുകളുടെ ചെവിയൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അടിച്ചു പോകുന്ന രീതിയിൽ തന്നെ വാഹനങ്ങളിൽ ഈ എയർഹോണുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷയുണ്ടാകും, അതിന് ഈ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് ഒരു ബോധവൽക്കരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനെ തന്നെ അവ നശിപ്പിക്കണം. ഒരു റോഡ് റോളർ ഉപയോഗിച്ച് അവയെല്ലാം തന്നെ പാടെ പൊട്ടിച്ച് നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് പോയത് ഇതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കണം. അതുകൊണ്ട് തന്നെ ആരും ഇത് ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മന്ത്രിക്ക് തന്നെ അത്തരത്തിലൊരു ദുരനുഭവം ഒരു 1.5 ആഴ്ച മുൻപ് ഉണ്ടായതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അതിവേഗം ഇത്തരത്തിലൊരു നടപടി എടുക്കണം എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയതും അതിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ കൊച്ചിയിൽ നടക്കുകയും ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ എയർഹോണുകൾ പിടിച്ചെടുക്കുന്ന നടപടികൾ തുടരുകയാണ്. സമാനമായ രീതിയിലാണ് എറണാകുളത്ത് നടക്കുന്നത്. അതിൻ്റെ അവ ഇപ്പോൾ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വേസ്റ്റുകൾ ഇവിടുന്ന് മാറ്റുന്നതിന്റെ നടപടികളിലേക്ക് MVD ഉദ്യോഗസ്ഥർ ആവശ്യത്തിന് ശബ്ദമുള്ള ഹോണുകൾ കമ്പനികൾ തന്നെ തരുമ്പോഴാണ് എയർ ഹോണുകൾ പിടിച്ച് റോട്ടിലെ തോന്നിവാസങ്ങൾ. ഈ ഇത്തരത്തിൽ ഇതിനൊരു കടുത്ത നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.